ഹലോ ഗായ്സ്, അപ്പം ഇതെന്ന് പറയുന്നൊരു ഈവനിങ് റുട്ടീനാണ്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് കോഴിക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ പോയേക്കുമായിരുന്നു. പോവാന്ന് കണ്ടു. അന്നേരം ഞാനും കൂടെ പോവാണ് അവരുടെ കൂടെ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ പുതിയ കോഴിക്കുഞ്ഞ് അടുത്ത ആഴ്ച വരുന്നതാണ്ട് വന്നു. പുതിയതായിട്ട് വന്നിരിക്കുന്ന 103 കോഴികളാണ്. ഇപ്പം ടോട്ടൽ 203 സംതിങ് കോഴികളുണ്ട്. അപ്പം ഞങ്ങൾ തീറ്റ കൊടുക്കാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കുഞ്ഞു കോഴികളെയാണ് കാണിക്കുന്നത്. ഇതാണ് ഈ കോഴികളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടി കമ്പിയുടെ ഇടയിൽ കൂടെ ചാടിപ്പോകുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞ് സ്പേസ് മതിയല്ലോ, അതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ചാടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാപ്പിയാണെങ്കിൽ കുഞ്ഞു കോഴിയെ കണ്ടില്ലായിരുന്നു. ഇന്നലെയാണ് വന്നത്. പുതിയ കോഴി ഇന്നലെയായിരുന്നു വന്നത്. ഇതുവരെ പക്ഷേ കുഞ്ഞാപ്പിയെ കണ്ടില്ല. ഒരു 7 മണി 6 മണി 6:30 ആയിരുന്നപ്പോഴാണ് വന്നത്. അതുകൊണ്ട് അവളെ വെളിയിലിറക്കിയില്ല. അപ്പോൾ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം അതിനെ ഇങ്ങനെ പിടിക്കാൻ നോക്കുകയും പിന്നെ കല്ലൊക്കെ പെറുക്കിയിടുകയൊക്കെ, അതാണ് അവിടെ പണി. ഒരാൾ പുറകിന് നടക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ഓരോ കല്ലൊക്കെ എടുത്ത് തീറ്റിക്കകത്തിടലായിരുന്നു പണി. കോഴിയാകുമ്പോൾ അങ്ങനെ എടുത്ത് കാണിച്ചു. രണ്ടെണ്ണം പുറത്ത് ചാടിയായിരുന്നു. അപ്പുറത്തും ചാടി ഇപ്പുറത്തും ചാടി. അപ്പോൾ ഒരെണ്ണത്തിന് അവളെ എടുത്ത് കാണിച്ചു. ഇത് ഭയങ്കര ചിരിയായിരുന്നു. ഇതാണ് നമ്മുടെ കോഴി. നമ്മൾ പഴയ കോഴി വലിയ കോഴികളിട്ടതിൻ്റെ മണ്ടയ്ക്കും കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഇട്ടു. ഇതിനകത്തൊക്കെ ഒരു ഇഷ്ടിക വെച്ചു. കാരണം അവർ ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല. നിപ്പിളിൻ്റെ അടുത്തോട്ട് എത്തുന്നില്ല, കുഞ്ഞായതുകൊണ്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു ഇഷ്ടിക വെച്ചു. ഇന്നലെ ഒന്നും കുടിക്കുന്നൊന്നുണ്ടായിരുന്നില്ല, ഇന്ന് കുടിക്കാനൊക്കെ തുടങ്ങി. ഇപ്പം നമ്മുടെ പഴയ കോഴിയാണെങ്കിൽ നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഗൈസ് അവർക്കൊക്കെ തീറ്റ കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അവർ കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ ആദ്യം അമ്മ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർക്കെല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വെക്കണം. ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കാണിച്ചത്. മഴ ചെറുതായിട്ടുള്ളൂ, പക്ഷെ കാറ്റുണ്ട്. കുഞ്ഞാപ്പി ഓരോ കോഴി ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കാം. അങ്ങനെ അവളിങ്ങനെ ആ കട്ടയുടെ മണ്ടയ്ക്കൊന്നും ഇറങ്ങിയപ്പം അവൾ ഇവിടെ ഈ കോഴിക്കൂട്ടം ഇങ്ങനെ കൈ വെച്ചപ്പോൾ ഒരു കോഴി കൊത്തി. അന്നേരം ഞാൻ വിചാരിച്ചു കരയുക. ആദ്യം ഇങ്ങനെ ചിടുങ്ങിയിട്ട് പിന്നെ ചിരിയായിരുന്നു വന്ന്. ഞങ്ങളിങ്ങനെ പറഞ്ഞു അയ്യോ കോഴി കൊത്തിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ട് വലിയ കോഴിക്കും ചെറിയ കോഴിക്കും വേറെ തീറ്റയാണ്. കൊച്ചു കോഴിക്ക് ഗ്രോവറും വലിയ കോഴിക്ക് ലെയർ മാഷും ആണ്. അങ്ങനെ അമ്മ 2 ബക്കറ്റായിട്ട് എടുത്ത് 2 സൈഡിലും കൊടുക്കുകയാണ്. ചിലപ്പോൾ മാറിപ്പോവും 2 പേർക്ക് ഏത് തീറ്റ വരികയെന്ന്. അപ്പോൾ അതിനമ്മ 2 ബക്കറ്റിനകത്ത് ഇങ്ങനെ കുറച്ച് എടുത്ത് കൊടുക്കുക. ആദ്യം ഒരാൾക്ക് ഫുള്ള്, കൊച്ചു കോഴിയേക്കാളും മൊത്തം കൊടുത്ത് കുറച്ച് അവർക്കാണ് കൊടുത്ത്. കൊച്ചു കോഴിക്ക് അമ്മ ശകലമേ കൊടുത്തിട്ടുള്ളൂ. ശകലം മതി എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ശകലം വെച്ച് എല്ലാവർക്കും കൊടുത്തു. വലിയ കോഴിക്ക് തന്നെ അമ്മ ചെറിയ കോഴിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഈ കോഴി ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോഴികൾ. കാരണം ഞാൻ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ആരെങ്കിലും അടുത്തോട്ട് വരുമ്പോഴത്തേക്കും അത് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ഥലത്താണ് കുഞ്ഞാപ്പി കയറി പിടിച്ചതാണ് കട്ടയുടെ പുറത്ത് നിന്ന്. അങ്ങനെ കോഴി കൊത്തിയത്. അമ്മ ഒരു സൈഡിൽ നിന്ന് കൊടുത്തു തരുന്നതേ ഉള്ളൂ. അപ്പം കുഞ്ഞാപ്പി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കൊച്ചു കോഴിയെ കണ്ട് അവൾ ഇങ്ങനെ പിടിക്കാനും ഒക്കെ നോക്കുക. അപ്പോൾ ഗൈസ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കുഞ്ഞാപ്പിക്ക് പനിയായിരുന്നു, അപ്പോൾ ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത്. അപ്പം ഷോർട്സ് പോലും ഇട്ടില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. ഞാൻ വിചാരിച്ചതാണ് ഇനി അങ്ങോട്ട് വീഡിയോ ഒരു ദിവസം ഒരെണ്ണമൊക്കെ വെച്ചിടാം, പക്ഷേ പറ്റുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ വെളിയിൽ ഭയങ്കര കാറ്റാണ്. ഈ വാഴയിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ ഇല കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതൊക്കെ ഉണ്ട്. അതാണ്. അപ്പോൾ അമ്മ എല്ലാവർക്കും ഇങ്ങനെ പകുതി കൊടുത്ത് കഴിഞ്ഞു. മണ്ടയ്ക്ക് തന്നെ കൊടുക്കുക. താഴത്തേൻ്റെ കോഴിയൊക്കെ എല്ലാവർക്കും കൊടുത്തു. അടുത്ത്
എന്തുവാ അമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിനെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ടയ്ക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ കോഴിയാണ് നമ്മുടെ കുഞ്ഞാപ്പയെ കൊത്തിയത്. അമ്മയുടെ കയ്യിലും ഈ കോഴി കൊത്തി. ഓർക്കാതെ ആ കട്ടയിൽ കയറുമ്പോൾ ഇവിടെ അങ്ങ് പിടിച്ചു. നേരം ഈ കോഴിയാണ് കുഞ്ഞാപ്പയുടെ അമ്മയുടെ കയ്യിൽ കൊത്തിയത്. അതുകൊണ്ട് ഇവിടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്ഥലത്തും ഇപ്പോൾ ചെല്ലും. ഇതിനകത്ത് മാത്രം ഒഴിച്ചാൽ മതി. എനിക്കും ചെറിയ ചുമയുണ്ട്, അതാണ്. മുട്ടയും കുറേ വന്ന് കിടപ്പുണ്ട്. രാവിലെ ചിലവൊന്നും ഇടത്തില്ല. അപ്പം വൈകിട്ട് ഉച്ചയൊക്കെ ആയിരിക്കും ഇടുന്നത്. നമ്മളിപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ പെറുക്കിക്കൊണ്ട് വീട്ടിൽ പോവാണ്. ഇനി ഉള്ള മുട്ട അപ്പോഴേ പെറുക്കും ഗൈസ്. അപ്പോൾ ഇതുണ്ട് ബഹളമാണ്. നമ്മൾ അടുത്തോട്ട് വന്ന് തീറ്റി വേണം. എൻ്റെ കൂടിൻ്റെ ഈ മറ്റേ കോഴിയെ കണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കൂട്ടിൻ്റെ വെളിയിൽ ഇതുങ്ങളും ഇറങ്ങാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ നമുക്ക് പൊക്കുന്ന സൈഡിൽ കൂടെ ഇവർ തലയിട്ടിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് കുഞ്ഞാപ്പയുടെ കയ്യിൽ കോഴി കൊത്തിയത്. അവിടെ ഇങ്ങനെ അവൾ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ് ഞങ്ങളെല്ലാം കൂട്ടിൽ നിന്നെല്ലാം ഇറങ്ങി. നേരമാണെങ്കിൽ അമ്മ അവിടെ തീറ്റി വെച്ചേക്കുന്ന ബക്കറ്റ് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞാപ്പിക്ക് അത് വേണം. അന്നേരം കുഞ്ഞാപ്പിയാണെങ്കിൽ അതിന് അടി ഉണ്ടാക്കാൻ. അന്നേരം ഞാൻ അവളെ കളിപ്പിക്കുകയാണ് ഗൈസ്, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും.